ന്യൂയോർക്കിലെ സെൻട്രൽ മാൻഹട്ടനിലുണ്ടായ വെടിവെപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥനടക്കം 4 പേർ കൊല്ലപ്പെട്ടു. പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളും നാഷണൽ ഫുട്ബോൾ ലീഗിന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന മിഡ്ടൗൺ മാൻഹട്ടനിലെ ഓഫീസ് ടവറിനുള്ളിലാണ് വെടിവെപ്പുണ്ടായത്. പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 6:30 345 പാർക്ക് അവന്യൂ എന്ന മേൽവിലാസമുള്ള ബഹുനില കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. റൈഫിളുമായി കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച അക്രമി ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷം അക്രമിയും സ്വയം വെടിയുതിർത്ത് മരിച്ചു. അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ജീവൻ നഷ്ടപ്പെട്ടു. കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ലാസ് വെഗാസിൽ നിന്നുള്ള 27-കാരനായ ഷെയ്ൻ ഡെവോൺ തമുറയാണ് വെടിവെപ്പ് നടത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ ബുള്ളറ്റ് പ്രൂഫും ധരിച്ചിരുന്നു. AR സ്റ്റൈൽ റൈഫിൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത്. പ്രതി റൈഫിൾ എടുത്ത് കെട്ടിടത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ഫോട്ടോ പോലീസ് പങ്കുവച്ചു. പ്രാഥമിക പരിശോധനയിൽ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. വെടിവെപ്പിൽ പലർക്കും പരിക്കും പറ്റിയിട്ടുണ്ട്. നാഷണൽ ഫുട്ബോൾ ലീഗിന്റെ ഓഫീസും ബ്ലാക്ക് സ്റ്റോണിന്റെയും കോർപ്പറേറ്റ് ഓഫീസും അടക്കം നിരവധി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന 44 നിലയുള്ള മാൻഹട്ടനിലെ ബഹുനില കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. സന്നദ്ധ സംഘടനയായ ഗൺ വയലൻസ് ആർക്കൈവ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാത്രം US-ൽ നടക്കുന്ന 254-ാമത്തെ വെടിവെപ്പാണിത്. ഷെയ്ൻ ഡെവോൺ തമുറയിൽ നിന്ന് ആയുധം കൈവയ്ക്കാനുള്ള ലൈസൻസും പോലീസ് കണ്ടെത്തിയിരുന്നു. 2022 ജൂൺ 14-നാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. 5 വർഷത്തേക്കാണ് കാലാവധി. ഇയാളുടെ കൈവശം കാലാവധി കഴിഞ്ഞ ഒരു സ്വകാര്യ അന്വേഷക ലൈസൻസും ഉണ്ടായിരുന്നു. ഷെയ്ൻ തമുറ ഒരു ഫുട്ബോൾ കളിക്കാരനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2015-ൽ ഫുട്ബോൾ വിജയത്തെക്കുറിച്ച് പറയുന്ന ഒരു പഴയ വീഡിയോ പുറത്തു വന്നിരുന്നു. According to our law enforcement partners in Las Vegas, Mr. Tamura has a documented mental health history. His motives are still under investigation, and we are working to understand why he targeted this particular location. പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിൽ തമുറ അടുത്തിടെ ലാസ് വെഗാസിലെ ഒരു കാസിനോയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തതായുള്ള വിവരങ്ങളും ലഭിച്ചു. വെടിവെക്കാൻ ഉപയോഗിച്ച പാൽമെട്ടോ സ്റ്റേറ്റ് ആർമി AR-15 അസാൾട്ട് റൈഫിൾ ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. തമുറയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ആ വാഹനത്തിനുള്ളിൽ നിന്നും തോക്കുകളും വെടിയുണ്ടകളും കണ്ടെടുത്തു. തമുറയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ന്യൂയോർക്ക് പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.